ഹലോ എവരി വൺ, വെൽക്കം ടു ഷാഡോ ബ്രോഡ്കാസ്റ്റിംഗ് ഫ്രീ പാത്ത് IAS. എൻ്റെ പേര് രാജ്കുമാർ TM ആൻഡ് ഞാൻ നിങ്ങൾക്ക് ജോഗ്രഫി പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് എന്താണ് ജോഗ്രഫി, അല്ലെങ്കിൽ ജോഗ്രഫി എന്ന വിഷയത്തിൽ എന്തൊക്കെ നമ്മൾ പഠിക്കണം എന്നുള്ള കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. സോ ജോഗ്രഫി എന്നൊരു വാക്ക് ഗ്രീക്ക് വാക്കാണ്. അതായത് ഗ്രീക്കിൽ ജിയോഗ്രഫി, റൈറ്റിങ്സ് അബൌട്ട് എർത്ത് എന്നാണ് അതിൻ്റെ മീനിങ്. എർത്തിനെ പറ്റിയുള്ള ലിഖിതങ്ങൾ അല്ലെങ്കിൽ എർത്തിനെ പറ്റി എഴുതപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ എർത്തിനെ പറ്റി എഴുതപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ അതിൽ എന്തൊക്കെ നമ്മൾ മനസ്സിലാക്കിയെടുക്കണം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് നോക്കാം. സോ ജോഗ്രഫിയിൽ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും ആദ്യം എർത്ത് ആൻഡ് ഇറ്റ്സ് ഒറിജിൻ. നമ്മൾ ചെറിയ ക്ലാസ്സിലെ പഠിച്ചിട്ടുണ്ടാവും. എർത്ത്, ഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലാനറ്റാണ്. നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ സണ്ണിന് ചുറ്റും കറങ്ങുന്ന 8 പ്ലാനറ്റുകളിൽ ഒന്നാണ് ഭൂമി. അപ്പോൾ ഭൂമി ആസ് എ പ്ലാനറ്റ്, എർത്ത് ആസ് എ പ്ലാനറ്റ് എന്താണ്, എർത്തിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണ്, അല്ലെങ്കിൽ എർത്ത് എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കണം. അപ്പോൾ എർത്ത് എങ്ങനെയാണ് ഉണ്ടായതെന്ന് പറയുമ്പോൾ എർത്തും ഒറ്റയ്ക്കല്ല, അല്ലെങ്കിൽ എർത്ത് മാത്രമായിട്ടല്ല ഫോം ചെയ്തത്. എർത്ത് ഞാൻ പറഞ്ഞു നമ്മുടെ സോളാർ സിസ്റ്റത്തിൻ്റെ ഒരു ഭാഗമാണ്. സോളാർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ മിൽക്കി വേ ഗാലക്സിയുടെ ഒരു ഭാഗമാണ്. മിൽക്കി വേ ഗാലക്സി എന്നാൽ ഈ യൂണിവേഴ്സിൻ്റെ വളരെ ചെറിയൊരു ഭാഗം മാത്രമാണ്. അപ്പോൾ ആ യൂണിവേഴ്സ് ഉണ്ടായത് തൊട്ട് അതിൽ നിന്ന് എർത്തിലേക്കുള്ളൊരു യാത്രയുണ്ട്. അതാണ് നമ്മൾ എർത്ത് ആൻഡ് ഇറ്റ്സ് ഒറിജിൻ എന്ന ഭാഗത്തിൽ പഠിക്കുവാനുള്ളത്. നമുക്കറിയാവുന്ന പോലെ ഭൂമിയുടെ മൂവ്മെൻറ്റ്സ്, ഭൂമി എങ്ങനെയാണ് സൂര്യന് വലം വയ്ക്കുന്നത്, അതുകൊണ്ട് എന്തൊക്കെയാണ് അവിടെ ഉണ്ടാവുന്നത്, ഭൂമി സ്വയം കറങ്ങുന്നത് എങ്ങനെ, അതിൻ്റെ റിസൾട്ടായിട്ട് ഇവിടെ എന്തൊക്കെ ഉണ്ടാവുന്നു, അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ, ഈ ഒരു ഭാഗത്തിൽ എർത്ത് ആൻഡ് ഇറ്റ്സ് ഒറിജിൻ എന്ന ഭാഗത്ത് നമുക്ക് പഠിക്കണം. എർത്ത് ആൻഡ് ഇറ്റ്സ് ഒറിജിൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ നോക്കുവാൻ പോകുന്നത് ഫിസിക്കൽ ഫീച്ചേഴ്സ്. ഭൂമിയിലുള്ള ഫിസിക്കൽ ഫീച്ചേഴ്സ്. ഭൂമി എന്നത് വളരെ പരന്നൊരു സ്ഥലമായി സങ്കല്പിക്കാം. ഓക്കെ, ഭൂമിയിൽ നമ്മളിപ്പോൾ ഒന്ന് കാണുന്ന പോലെ മലകളോ കുന്നുകളോ ഒന്നുമില്ല, പരന്നൊരു സ്ഥലമായി കണക്കാക്കുക. ഈ പരന്ന സ്ഥലത്ത് ഉണ്ടായി വന്നിട്ടുള്ള മലകൾ, കുന്നുകൾ അല്ലെങ്കിൽ നദികൾ, ഇവരെയൊക്കെയാണ് നമ്മൾ ഫിസിക്കൽ ഫീച്ചേഴ്സ് നമ്മൾ പറയാം. നിങ്ങൾ ഈ ചിത്രം ഒന്ന് നോക്കൂ. ഈ ചിത്രത്തിൽ നമുക്ക് പല പല ഫീച്ചേഴ്സ് കാണാൻ പറ്റും അല്ലേ. നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ യു ക്യാൻ സീ ഇവിടെ ആയിട്ട് മൗണ്ടെയിൻസ് കാണാം. ഓക്കെ, ഇൻ ദിസ് പിക്ചർ യു ക്യാൻ സീ മൗണ്ടെയിൻസ്. മൗണ്ടെയിൻസിന് താഴെയായിട്ട് നിങ്ങൾക്ക് ഗ്ലേഷ്യേഴ്സ് കാണാം. എന്താ ഗ്ലേഷ്യേഴ്സ്? ഈ മൗണ്ടെയിൻസിലായിട്ടുള്ള ചെറിയ ചെറിയ മഞ്ഞുപാളികൾ, നമുക്ക് ഗ്ലേഷ്യേഴ്സ് കാണാം. വോൾക്കാനോസ് കാണാം. വോൾക്കാനോസ് എന്ന് പറഞ്ഞാൽ എന്താ? അഗ്നിപർവ്വതങ്ങൾ അല്ലെ, വലിയ ശബ്ദത്തിൽ പൊട്ടിത്തെറിക്കുന്ന അഗ്നിപർവ്വതങ്ങൾ കാണാം. ദെൻ ലേക്സ് കാണാം, തടാകങ്ങൾ, ലേക്സ് കാണാൻ പറ്റുന്നുണ്ട്. പ്ലാറ്റ്യൂസ് കാണാൻ പറ്റുന്നുണ്ട്, പീഠഭൂമി പ്ലാറ്റ്യൂസ് കാണുന്നുണ്ട്. റിവേഴ്സ് കാണാം, റിവർ വാലി താഴ്വാരങ്ങൾ കാണാം, വാട്ടർഫാൾ കാണാം. ഇത്തരത്തിൽ നമ്മൾ ഭൂമിയിൽ കാണുന്ന ഈ ഓരോ ഫീച്ചേഴ്സിനെയും നമ്മൾ ചേർത്ത് പറയുന്നതാണ് ഫിസിക്കൽ ഫീച്ചേഴ്സ് എന്നുള്ളത്. അപ്പോൾ ഈ ഭൂമിയിൽ ഈ ഫിസിക്കൽ ഫീച്ചേഴ്സ് ഭൂമി ഉണ്ടായതിനൊപ്പം ഉണ്ടായി വന്നതല്ല. ഭൂമിയിൽ പല പല ഫോഴ്സസ് ആക്ട് ചെയ്യുന്നതിൻ്റെ റിസൾട്ടായിട്ട്, പല പല ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട്, ആ ഫോഴ്സുകളുടെ റിസൾട്ടായിട്ടാണ് ഈ ഓരോ ഫീച്ചേഴ്സും ഉണ്ടായിട്ടുള്ളത്. ഒരു മൗണ്ടെയിൻ ഉണ്ടായത് ഒരു ഫോഴ്സ് കാരണമാണ്, അല്ലെങ്കിൽ ഒരു വോൾക്കാനോ ഇറപ്ഷൻ സംഭവിക്കുന്ന ഒരു ഫോഴ്സ് കാരണമാണ്. നദികൾ ഒഴുകുന്നത് അല്ലെ, അതും സ്ലോപ്പ് എന്ന് പറയുന്ന ഗ്രാവിറ്റി എന്ന് പറയുന്ന ഒരു ഫോഴ്സ് കാരണമാണ്. അപ്പൊ ഇത്തരത്തിൽ എന്തൊക്കെ ഫോഴ്സ് കാരണമാണ് ഭൂമിയിൽ ഈ പല പല ലാൻഡ് ഫോംസ് ഉണ്ടായിട്ട് വന്നിട്ടുള്ളത്. ആ ലാൻഡ് ഫോംസ് എവിടെയൊക്കെയാണ് കാണാൻ പറ്റുക, അതേപോലെ ഓരോ ലാൻഡ് ഫോംസിന് ഓരോ പേരുകൾ ഉണ്ടാവും. അതെവിടെയൊക്കെയാണ്? ഉദാഹരണത്തിന് നിങ്ങൾ ഹിമാലയാസിനെ പറ്റി കേട്ടിട്ടുണ്ടാവും അല്ലെ, നമ്മുടെ ഇന്ത്യയുടെ നോർത്ത് ഭാഗത്തായി കാണുന്ന ഹിമാലയാസ്. അപ്പൊ ഹിമാലയാസ് ഉണ്ടായത് എങ്ങനെ? ആ ഹിമാലയാസിലുള്ള പല പല ടൈപ്പ് ഓഫ് മൗണ്ടെയിൻസ് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവല്ലോ, ഗ്രേറ്റർ ഹിമാലയാസ്, ലെസർ ഹിമാലയാസ്. അത്തരത്തിൽ ഓരോ മൗണ്ടെയിൻസിൻ്റെയും അല്ലെങ്കിൽ ഓരോ ഫിസിക്കൽ ഫീച്ചേഴ്സിൻ്റെയും പേരുകൾ, ലൊക്കേഷൻ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പഠിക്കുന്നുണ്ടാവും. അവരെങ്ങനെയാണ് ഉണ്ടായി വരുന്നത്, എങ്ങനെയാണ് ഒരു മൗണ്ടെയിൻ ഉണ്ടായി വരുന്നത്, എന്തുകൊണ്ട് ഇന്ന് ഹിമാലയാസ് ഇരിക്കുന്നവർക്ക് തന്നെ മൗണ്ടെയിൻസ് ഉണ്ടായി, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം എർത്ത് ആൻഡ് ഒറിജിൻ പഠിക്കണം. അതിനുശേഷം നമ്മൾ എന്ത് പഠിക്കണം? ഭൂമിയിലെ ഫിസിക്കൽ ഫീച്ചേഴ്സിനെ പറ്റി പഠിക്കണം. ദെൻ മൂന്നാമത് വരുന്നത് ജിയോഗ്രഫിക്കൽ ഫിനോമിന. അതായത് എർത്തിൽ നടക്കുന്ന പല പല സംഭവങ്ങൾ, പല പല ഫിനോമിനാസ്. എന്തൊക്കെയാണ് ഈ ഫിനോമിന? നമുക്ക് കേട്ട് പരിചയമുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാവും അല്ലെ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവല്ലോ എർത്ത് ക്വേക്ക്. എർത്ത് ക്വേക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഭൂകമ്പം, ഭൂമി കുലുക്കം. എങ്ങനെയാ ഇത്ര വലിയ ഭൂമി കുലുങ്ങുന്നു എന്ന് പറയുന്നത്? ഭൂമി മൊത്തത്തിലാണോ കുലുങ്ങുന്നത്? അല്ലല്ലോ. ഈ അടുത്ത കാലത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മൊറോക്കോയിലൊക്കെ ഒരു ഭൂകമ്പം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പണ്ട് കാലത്ത് ഗുജറാത്തിൽ 2002 ഒരു ഭൂകമ്പം ഉണ്ടായിരുന്നു. അതെങ്ങനെയാ ആ സ്ഥലത്ത് മാത്രം ഉണ്ടാവുന്നത്? എന്താണ് അതിന് കാരണം? അതുകൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്? എത്ര പേർക്ക് ജീവൻ നഷ്ടപ്പെടുന്നുണ്ട്? ഈ ഭൂകമ്പം നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ?
അല്ലെങ്കിൽ ഒരു ഭൂകമ്പത്തിന് വേണ്ടി നമുക്ക് എങ്ങനെ തയ്യാറെടുക്കാം, അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, പഠിക്കും. ഭൂകമ്പം അല്ലെങ്കിൽ എർത്ത് ഒരു ജോഗ്രഫിക്കൽ ഫിനോമിനയാണ്. ഭൂകമ്പം മാത്രമാണ് ഒരു ജോഗ്രഫിക്കൽ ഫിനോമിന അല്ല. മറ്റൊരു സംഭവം, ഭൂകമ്പം കഴിഞ്ഞാൽ മറ്റൊരു ഫിനോമിന നമുക്ക് കാണാവുന്നത് വോൾക്കാനിക് ഇറപ്ഷൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, ഒരു വോൾക്കാനോ എന്ന് പറഞ്ഞാൽ അഗ്നിപർവ്വതം, അതിനുള്ളിൽ നിന്ന് ഇടയ്ക്ക് ലാവ അല്ലെങ്കിൽ മാഗ്മ ഒഴുകി പുറത്തേക്ക് വരും. എന്താണ് ഈ ലാവ അല്ലെങ്കിൽ മാഗ്മ? ഉരുകിയ കല്ലുകൾ, അതായത് സോളിഡുമല്ല ലിക്വിഡുമല്ലാത്ത ഉരുകിയ കല്ലുകൾ. അപ്പോൾ ആ മാഗ്മ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് പുറത്തു വരുന്നത്? എപ്പോഴൊക്കെയാണ് ഈ മാഗ്മ പുറത്തു വരുന്നത്? എല്ലാ അഗ്നിപർവ്വത സ്ഫോടനത്തിലും ഒരേപോലത്തെയുള്ള മാഗ്മയാണോ പുറത്തു വരുന്നത്? അവർക്ക് എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ? ഭൂമിയിൽ എവിടെയൊക്കെയാണ് അഗ്നിപർവ്വതങ്ങളുള്ളത്? ഇന്ത്യയിൽ അഗ്നിപർവ്വതങ്ങളുണ്ടോ? ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ പഠിക്കുന്നുണ്ടാവും. അപ്പോൾ രണ്ടാമത്തെ ഫിനോമിന വോൾക്കാനിസം അല്ലെങ്കിൽ അഗ്നിപർവ്വത സ്ഫോടനം. മൂന്നാമത്, ചിത്രം കാണുമ്പോൾ മനസ്സിലാവും അല്ലേ, ഒരു സിറ്റി കാണാം, ആ സിറ്റിയോട് ചേർന്ന് കടലുണ്ട്, കടലിൽ വലിയ തിരമാലകൾ വരുന്നു. ഈ കടലിൽ വലിയ തിരമാലകൾ വരുന്നത് എന്താ? സുനാമി. സുനാമി എന്നത് ഒരു ജാപ്പനീസ് വാക്കാണ്. സുനാമി എന്നുള്ള വാക്കിനർത്ഥം വലിയ തിരമാലകൾ എന്നാണ്. ഓക്കെ, നമുക്ക് കേരളത്തിലൊക്കെ 2004 ഒരു സുനാമി ഉണ്ടായിരുന്നു. അപ്പോൾ സുനാമി എന്ന് പറഞ്ഞാൽ എന്താണ്? എങ്ങനെയാണ് സുനാമി ഉണ്ടാവുന്നത്? ഈ കടലിൽ നിന്ന് സാധാരണ നമ്മൾ കടലിൽ പോകുമ്പോൾ കുറേ തിരമാലകൾ കാണാറുണ്ട്. അതിൽ നിന്നും എങ്ങനെയാണ് ഇത്ര ഉയരത്തിലുള്ള തിരമാലകൾ ഉണ്ടാവുന്നത്? അതിന് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അത്തരത്തിലുള്ള സുനാമിയെ പറ്റിയുള്ള കാര്യം മറ്റൊരു ജിയോ ഫിസിക്കൽ ഫിനോമിനയാണ്. ഇതും നമ്മൾ പഠിക്കുന്നുണ്ടാവും. അതേപോലെ ഈ ഒരു ചിത്രം കാണാം. നമുക്ക് ഈ കഴിഞ്ഞ കാലത്ത് നമ്മൾ കേരളത്തിൽ കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നാണ് എന്ത്? വയനാടുണ്ടായ ഉരുൾപൊട്ടൽ. ഓക്കെ, ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ അല്ലെങ്കിൽ നമ്മൾ ലാൻഡ് സ്ലൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും വേറെ വേറെയാണ്. നമ്മൾ പഠിക്കുന്ന മറ്റൊന്ന് ലാൻഡ് സ്ലൈഡ് എന്ന് പറഞ്ഞൊരു സംഭവമാണ്. സോ ലാൻഡ് സ്ലൈഡ്സ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഉണ്ടാവുക? ഇന്ത്യയിൽ ലാൻഡ് സ്ലൈഡ് ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ എന്തൊക്കെ? അപ്പോൾ ഇതെല്ലാം നമ്മുടെ എർത്തുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പല കാര്യങ്ങളാണ്, അല്ലെങ്കിൽ എർത്തിൽ നടക്കുന്ന ജോഗ്രഫിക്കൽ ഫിനോമിനയാണ്. അപ്പോൾ ഈ ജോഗ്രഫിക്കൽ ഫിനോമിനയൊക്കെ നമ്മളിവിടെ പഠിക്കുന്നുണ്ടാവും. അപ്പോൾ എർത്ത് ആൻഡ് ഇറ്റ്സ് ഒറിജിൻ, ഫിസിക്കൽ ഫീച്ചേഴ്സ്, ജോഗ്രഫിക്കൽ ഫിനോമിന. ഇനി ഈ എർത്തിൽ ഭൂമിയുടെ ഉള്ളിൽ നിന്നുള്ള അല്ലെങ്കിൽ ഭൂമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം എന്ന് പറയുമ്പോൾ നമ്മുടെ സർഫസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമൊന്നുമല്ല. നമ്മൾ എന്തിനെ പറ്റിയും പഠിക്കണം? ക്ലൈമറ്റിനെ പറ്റി പഠിക്കണം അല്ലേ? നമ്മുടെ ജീവിതശൈലിയൊക്കെ തീരുമാനിക്കുന്ന വലിയ ഘടകമാണ് ക്ലൈമറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഭക്ഷണ രീതി, നമ്മുടെ വസ്ത്രരീതി, ഇതൊക്കെ തീരുമാനിക്കുന്ന ഒന്നാണ് ക്ലൈമറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്ഥലത്തെ ക്ലൈമറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടാവും അല്ലേ? അവിടുത്തെ ടെമ്പറേച്ചർ എങ്ങനെ, അവിടെ മഴയുണ്ടോ, അല്ലെങ്കിൽ അവിടെ കോൾഡ് കണ്ടീഷൻസ് ആണോ, വിൻ്റർ ഭയങ്കര സ്ട്രോങ് ആണോ എന്നുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഈ ക്ലൈമറ്റിനെ ബാധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ? എങ്ങനെയാണ് ഒരു സ്ഥലത്തെ ക്ലൈമറ്റ് തീരുമാനിക്കുക, അല്ലെങ്കിൽ ക്ലൈമറ്റ് എന്ന് പറയുന്ന സംഭവം ഉണ്ടായി വരുന്നത്? എന്തുകൊണ്ട് കേരളത്തിൽ നമ്മൾ പറയും കേരള ഈസ് ഹാവിങ് എ മോഡറേറ്റ് ക്ലൈമറ്റ്? എന്തുകൊണ്ട്? ഇന്ത്യയിൽ തന്നെയുള്ള രാജസ്ഥാൻ റീജിയൻ അതൊരു മരുഭൂമിയാണ്, താർ മരുഭൂമിയുണ്ട്, അതെന്തുകൊണ്ട്? നേരെ മറിച്ച് ഇന്ത്യയിൽ തന്നെയുള്ള മേഘാലയയിലെ ചിറാപുഞ്ചി വർഷത്തിൽ 300 അല്ലെങ്കിൽ 400 സെന്റിമീറ്റർ റെയിൻഫാൾ മുകളിൽ മഴ കിട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ എന്തുകൊണ്ട്? അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു സ്ഥലത്തെ ക്ലൈമറ്റിനെ ബാധിക്കുക, ഒരു സ്ഥലത്തെ വിൻസിനെ ബാധിക്കുക, ഒരു സ്ഥലത്തെ റെയിൻഫാളിനെ ബാധിക്കുക? അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. അപ്പോൾ എർത്തിൻ്റെ ഇൻറ്റീരിയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കണം. എർത്തിൻ്റെ ഇൻറ്റീരിയറിനുള്ള പ്രോസസ്സ് നമുക്ക് അല്ലെങ്കിൽ പല ഫിനോമിന പഠിക്കണം. അതേപോലെ തന്നെ എർത്തിൻ്റെ ഒറിജിനെ പറ്റി പഠിക്കണം. ഇനി എർത്തിലെ ക്ലൈമറ്റിനെ പറ്റിയും നമ്മൾ പഠിക്കണം. ക്ലൈമറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വി ഹാവ് ടു സ്റ്റഡി റിഗാർഡിങ് ദി ഓഷ്യൻസ്. ഇപ്പോൾ ഭൂമി എന്ന് പറയുമ്പോൾ ഭൂമിയിൽ ഓഷ്യൻസ് ഉണ്ട്. എർത്തിനെ നമ്മൾ ബ്ലൂ പ്ലാനറ്റ് എന്ന് വിളിക്കും. എന്തുകൊണ്ടാണ് ബ്ലൂ പ്ലാനറ്റ് എന്ന് വിളിക്കുന്നത്? എർത്ത് എന്ന് പറഞ്ഞ ഈ പ്ലാനറ്റിൻ്റെ 70% വെള്ളമാണ്, 70% ഓഷ്യൻസ് ആണെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആകാശത്ത് നോക്കുമ്പോൾ ഭൂമി എന്താണ്? ഒരു നീല കളറിൽ ഇരിക്കുന്ന പോലെ, അല്ലെങ്കിൽ ശൂന്യാകാശത്ത് നോക്കുമ്പോൾ, സ്പേസിൽ നോക്കുമ്പോൾ എർത്ത് ഒരു നീല കളറിൽ ഇരിക്കുന്ന പോലെ തോന്നും. അതുകൊണ്ട് നമ്മൾ എർത്തിനെ എന്ത് വിളിക്കും? ബ്ലൂ പ്ലാനറ്റ് എന്ന് വിളിക്കും. അപ്പോൾ ഈ ഓഷനെ പറ്റി നമുക്ക് പഠിക്കണം. നമ്മൾ കരയിലെ മൗണ്ടെയ്ൻസിനെ പറ്റി പറഞ്ഞു. കരയിൽ മൗണ്ടെയ്ൻസ് ഉണ്ട്. ഇപ്പോൾ ഹിമാലയാസ്, ആൻഡസ് പോലെയുള്ള മൗണ്ടെയ്ൻസ് ഉണ്ടെന്ന് പറഞ്ഞു. കടലിനടിയിലും മൗണ്ടെയ്ൻസ് ഉണ്ട്. കടലിനടിയിലെ മൗണ്ടെയ്ൻസ് എങ്ങനെ ഉണ്ടാവുന്നത്? അത് നമുക്ക് പഠിക്കണം. നിങ്ങൾ ഒരു പക്ഷേ കറണ്ട് അഫയേഴ്സ് അല്ലെങ്കിൽ GK ആയി ബന്ധപ്പെട്ടൊക്കെ വായിച്ചിട്ടുണ്ടാവും. ഭൂമിയിലെ ഏറ്റവും ആഴം കൂടിയ സ്ഥലം മെറീന ട്രെഞ്ച്, പസഫിക് ഓഷ്യനിലുള്ള മെറീന ട്രെഞ്ച്, ഭൂമിയിലെ ഏറ്റവും ആഴമുള്ള സ്ഥലം. അതായത് 11 കിലോമീറ്ററോളം ഡെപ്ത് ഉണ്ടെന്ന് പറയുന്നത്. 11 കിലോമീറ്ററോളം ഡെപ്തുള്ള സ്ഥലമാണ് മെറീന ട്രെഞ്ച്. ഇത് കടലിൻ്റെ ഒരു ഫീച്ചർ അല്ലേ? അപ്പോൾ ഇത്തരത്തിൽ കടലിനടിയിൽ ചെറിയ ചെറിയ മൗണ്ടെയ്ൻസും കുഴികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാവുന്നത്? അതിനെപ്പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കണം. അതേപോലെ നമുക്ക് അറിയാം ഓഷ്യൻ വാട്ടർ. നമ്മൾ കടലിലൊക്കെ കുളിക്കാൻ പോകുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്നതാണ്, കടൽ വെള്ളത്തിന് ഭയങ്കര ഉപ്പാണ് അല്ലെ, ഭയങ്കര സലൈൻ വാട്ടറാണ്. എവിടെ നിന്നാണ് കടൽ വെള്ളത്തിൽ ഉപ്പ് വരുന്നത്? എല്ലാ കടലിലും ഒരേ ഉപ്പ് അല്ലെങ്കിൽ ഒരേ സലൈനിറ്റി ആണോ?
ഞാൻ ബേ ഓഫ് ബംഗാളിൽ നിന്ന് 1 ലിറ്റർ വാട്ടർ എടുത്ത് അറേബ്യൻ സീയിൽ നിന്ന് 1 ലിറ്റർ വാട്ടർ എടുത്തു കഴിഞ്ഞാൽ 2 വാട്ടറിനും സെയിം സലൈനിറ്റി അല്ലെങ്കിൽ ഒരേപോലെ ആയിരിക്കും അതിൽ ഉപ്പുരസം. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു സ്ഥലത്തെ സലൈനിറ്റിയെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിക്കണം. ദെൻ നിങ്ങൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാവും വേലിയേറ്റം, വേലിയിറക്കം, ടൈഡ്സ് എന്ന് പറയും. എന്താണ് ടൈഡ്സ്, അതെങ്ങനെയാണ് ഉണ്ടാവുന്നത്, അത്തരത്തിലുള്ള കാര്യങ്ങൾ. അതേപോലെ തന്നെ നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ കേരളത്തിലുള്ള നമ്മൾ കോസ്റ്റ് കൺസിഡർ ചെയ്യാമെന്ന് വരിക, കോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ തിരുവനന്തപുരം എടുത്തു. തിരുവനന്തപുരത്ത് നിങ്ങൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാവും കോവളം ബീച്ച്, അല്ലേ? കോവളം എന്ന് പറഞ്ഞൊരു ബീച്ച് ഉണ്ട്. അപ്പോൾ ഈ ബീച്ചിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ വീടിനടുത്തുള്ള ഒരു ബീച്ച് തന്നെ നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കും. അപ്പോൾ ബീച്ചിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ വണ്ടി വെച്ച് നമ്മൾ ആ മണലിൽ പോയിരിക്കുന്നു. അപ്പോൾ ആ സ്ഥലമൊക്കെ ബേസിക്കലി എന്താ, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഭാഗമാണ്. ഓക്കെ, ആ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് ഈ കടലിലേക്ക് ഇറങ്ങിയാൽ എത്ര ദൂരം വരെ ആ രാജ്യത്തിൻ്റെ ബൗണ്ടറിയാണ്. നമ്മുടെ മീൻ പിടിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഫിഷർമാന് എത്ര ദൂരം വരെ കടലിൽ പോയി മീൻ പിടിക്കാൻ പറ്റും, എത്ര ദൂരം വരെ ഇന്ത്യയുടെ ഒരു ടെറിട്ടറിയായി നമുക്ക് കണക്കാക്കാൻ പറ്റും. അപ്പോൾ അത്തരത്തിൽ ആ ബൗണ്ടറി മാർക്കിംഗ് എങ്ങനെയാണ്. അതേപോലെ കടലിലുമായി ബന്ധപ്പെട്ട കടലിൽ നമുക്ക് കിട്ടുന്ന റിസോഴ്സസ് എന്തൊക്കെയാണ്. ഇപ്പോൾ ഫിഷ് എന്ന് പറയുന്ന റിസോഴ്സ് നമുക്ക് കടലിൽ നിന്ന് കിട്ടും, അല്ലെ? ഫിഷ് കിട്ടും. ദെൻ സോൾട്ട് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ഇത് കൂടാതെ പെട്രോളിയം പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കടലിൽ നിന്ന് കുഴിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കടലിൽ നിന്ന് കിട്ടുന്ന റിസോഴ്സസ് എന്തൊക്കെയാണ്. അപ്പോൾ അത്തരത്തിൽ ഓഷ്യൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് നമ്മൾ നോക്കും. അതായത് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയാണ് ഏറ്റവും പോപ്പുലേഷൻ കൂടിയ രാജ്യം, ഏറ്റവും കൂടുതൽ മനുഷ്യർ ജീവിക്കുന്ന രാജ്യം ഇപ്പോൾ ഇന്ന് ഇന്ത്യ. നമ്മൾ ചൈനയൊക്കെ ഓവർടേക്ക് ചെയ്തെത്തി. അപ്പം നമുക്ക് ഈ ആൾക്കാരുടെ എണ്ണം കൂടുന്നതനുസരിച്ച് നമുക്ക് വേണ്ട സാധനങ്ങളുടെ ഇതും കൂടും, അല്ലേ? നമുക്ക് കൂടുതൽ ഭക്ഷണം വേണം, കൂടുതൽ വൈദ്യുതി വേണം, എന്ത് കാര്യമായാലും നമുക്ക് സ്ഥലങ്ങൾ കൂടുതൽ വേണം. അപ്പോൾ ബേസിക്കലി നമ്മൾ ഈ പറയുന്ന ലാൻഡിൽ നിന്ന് കിട്ടുന്ന റിസോഴ്സസ് മാത്രം നോക്കിയിരുന്നാൽ ചിലപ്പോൾ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നടന്നില്ല എന്ന് വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഓഷ്യൻ എന്നുള്ള റിസോഴ്സും കൂടി നമ്മൾ ഉപയോഗിക്കണം. കടലിൽ നിന്നുള്ള എന്തൊക്കെ നമുക്ക് റിസോഴ്സ് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും ജോഗ്രഫിയിൽ അണ്ടർ ദ ടോപ്പിക് ഓഫ് ഓഷ്യൻസ്. ഓഷ്യൻസും കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് മാപ്പ് ബേസ്ഡ് കുറച്ച് കാര്യങ്ങൾ പഠിക്കണം. കൺട്രീസ്, അല്ലേ? നമ്മൾ UN പറയുന്നത് നമ്മൾ ലോകത്തിലാകെ 195 അടുത്തുള്ള രാജ്യങ്ങളുണ്ട്. ഈ രാജ്യങ്ങളെ പറ്റിയൊക്കെ നമുക്ക് ചെറുതായിട്ടൊന്ന് പഠിക്കണം. ഇപ്പോൾ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം നിങ്ങൾക്ക് ഇവിടെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, മഞ്ഞ കളർ ഇവിടെ കാണുന്ന ഇന്ത്യ. ഓക്കെ, അപ്പോൾ അതേപോലെ ചുറ്റുമുള്ള കുറേ രാജ്യങ്ങൾ കാണാം, ആ രാജ്യങ്ങളെ പറ്റിയൊക്കെ വായിക്കാം. ഓക്കെ, ഇപ്പോൾ നിങ്ങളൊരു പത്രം വായിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ, ന്യൂസ് പേപ്പർ വായിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ നിങ്ങൾ ഒരുപാട് രാജ്യങ്ങളുടെ സ്ഥലങ്ങൾ ഇപ്പോൾ കുറച്ച് നാളുകൊണ്ട് കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഇന്ത്യ കേട്ടിട്ടുണ്ടാവും, അഫ്ഗാനിസ്ഥാൻ അടക്കം ന്യൂസിൽ വരാറുണ്ട്, ഇസ്രായേൽ അടക്കം ന്യൂസിൽ വരാറുണ്ട്, ഉക്രൈൻ, റഷ്യ, ചൈന പോലുള്ള രാജ്യങ്ങളുടെയൊക്കെ പേരുകൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ രാജ്യങ്ങൾ എവിടെയാണ്, അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെ, അവരും ഇന്ത്യയും തമ്മിലുള്ള ബന്ധങ്ങൾ എങ്ങനെയാണ്, അത്തരത്തിൽ ആ ഒരു ജോഗ്രഫിക്കലി നമുക്ക് ഓരോ കൺട്രീസിനെ പറ്റി നമുക്ക് ബേസിക്കലി ഒരു ഐഡിയ ഉണ്ടാക്കണം. അപ്പോൾ അതും നമ്മൾ പഠിക്കും, കൺട്രീസ്. ദെൻ ജോഗ്രഫി എന്ന് പറഞ്ഞാൽ സ്ഥലവും എർത്തും ഓഷനും മാത്രമല്ല മനുഷ്യരും കൂടി ഉൾപ്പെടുന്നുണ്ട്. നമുക്ക് മനുഷ്യരെ പറ്റി കുറച്ച് കാര്യങ്ങൾ നോക്കണം. മനുഷ്യരെ പറ്റി എന്താണ് നോക്കേണ്ടത്, എന്താണ് പോപ്പുലേഷൻ, ഒരു സ്ഥലത്തെ പോപ്പുലേഷൻ എങ്ങനെയാണ് കൂടുന്നത്, ഒരു സ്ഥലത്തെ പോപ്പുലേഷൻ എങ്ങനെയാണ് കുറയുന്നത്, അല്ലെങ്കിൽ ആൾക്കാരുടെ ലിറ്ററസി, അല്ലെ? ലിറ്ററസി എങ്ങനെയാണ്, ആൾക്കാർ എങ്ങനെയാണ് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ടോ ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക്. അത് മാത്രമല്ല മനുഷ്യർ എങ്ങനെയാണ് രാജ്യങ്ങളുടെ ബേസിൽ മനുഷ്യർ തമ്മിൽ വേർതിരിക്കപ്പെട്ടിട്ടുള്ളത്. അത്തരത്തിൽ പീപ്പിളിനെ പറ്റിയും കുറച്ച് കാര്യങ്ങൾ നമുക്ക് ജോഗ്രഫി പഠിക്കണം. ഓക്കെ, ദെൻ മനുഷ്യരുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ മോസ്റ്റ് സിഗ്നിഫിക്കൻ്റ്ലി നമുക്ക് നാച്ചുറൽ റിസോഴ്സസ്. നാച്ചുറൽ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് മനുഷ്യർക്ക് ഇവിടെ ജീവിക്കുവാൻ വേണ്ടി, മനുഷ്യർക്കല്ല എല്ലാ മൃഗങ്ങൾക്കും ജീവിക്കാൻ തന്നെ ധാരാളം റിസോഴ്സസ് വേണം. ഈ റിസോഴ്സ് എല്ലാം തന്നെ നമുക്ക് പ്രകൃതി തരുന്നുണ്ട്. അപ്പോൾ അത് കൃത്യമായി പഠിച്ചെങ്കിൽ മാത്രമേ നമുക്കത് കൃത്യമായി ഉപയോഗിക്കാൻ പറ്റൂ. അത് മാത്രമല്ല നമ്മളുടെ ഉപയോഗം സസ്റ്റൈനബിൾ എന്ന രീതിയിലായിരിക്കണം. അതായത് നമ്മൾ ഇന്ന് കുറേ കിട്ടുന്നതെന്ന് വെച്ചാൽ കുറേ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ വരുന്ന ആൾക്കാർക്ക് എന്താണ്, അത് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി കൃത്യമായി പഠിക്കണം. അപ്പോൾ നമുക്ക് എവിടെ നിന്നൊക്കെ എടുക്കാം, എത്രത്തോളം എടുക്കാം, എങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭാവിക്ക് വേണ്ടി കാത്തുവയ്ക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഈ രീതിയിൽ നാച്ചുറൽ റിസോഴ്സസ് എന്തൊക്കെയാണ് നാച്ചുറൽ റിസോഴ്സിൽ വരുന്നത്? അഗ്രികൾച്ചർ, കൃഷി, അല്ലേ? ഒരു സ്ഥലത്തെ കൃഷി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ക്ലൈമറ്റും അവിടുത്തെ ലൊക്കേഷനൊക്കെ അനുസരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ മൂന്നാറോ അല്ലെങ്കിൽ മറ്റു ഇത്തരത്തിലുള്ള ഹില്ലി റീജിയനിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ചായ കൃഷി ഉണ്ടോ, ചായയിലെ കൃഷി. അത് പക്ഷെ നമുക്ക് വേറൊരു സ്ഥലത്ത് കൊണ്ട് ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കൊച്ചി സിറ്റിയിൽ എനിക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം ഈ ചായല എന്ന് പറഞ്ഞ സാധനം കൃഷി ചെയ്യണമെങ്കിൽ അവിടെ കൃത്യമായ അതിന് വേണ്ട ഒരു ടെമ്പറേച്ചർ ഉണ്ട്, അതിന് വേണ്ടത്ര റെയിൻഫാൾ വേണം. അത് മാത്രമല്ല അവിടുത്തെ സോയിൽ അനുസരിച്ചായിരിക്കണം. അപ്പോൾ അത്തരത്തിൽ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ടാണ് ഓരോ സ്ഥലത്തെ കൃഷിയുടെ കാര്യങ്ങൾ നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ അഗ്രികൾച്ചർ, അതേപോലെ തന്നെ റിസോഴ്സസ്, ഈ പറയുന്ന അയേൺ പോലുള്ള റിസോഴ്സസ് നമ്മൾ മൈൻ ചെയ്തെടുക്കുന്നത്,
അതുമായി ബന്ധപ്പെട്ട ഇൻഡസ്ട്രീസ്, അതെല്ലാം ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ജോഗ്രഫിയുടെ ഇടയിൽ പഠിക്കുവാനുണ്ട്. ഓക്കെ, നമുക്കിനി കൂടുതൽ വിവരങ്ങളായിട്ട് ഓരോ ടോപ്പിക്സ് ആയിട്ട് നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്